കഴിഞ്ഞ ആഴ്ചകളെല്ലാം നമ്മൾ കുടുംബങ്ങളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ കുടുംബവും എടുത്ത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ ദൈവം നമ്മളോട് പറയുകയാണ്, ഈ കുടുംബം പോലെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ പതുക്കെ നശിക്കാൻ വേണ്ടി തുടങ്ങും. ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം എടുത്ത് ദൈവം നമ്മളോട് പറയുകയാണ്, കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കുറ്റപ്പെടുത്തുവാൻ തുടങ്ങുകയാണെങ്കിൽ ആദത്തിൻ്റെ കുടുംബം പോലെ നിങ്ങളുടെ കുടുംബവും പതുക്കെ നശിപ്പിക്കാൻ തുടങ്ങും. ഇസ്ഹാക്കിൻ്റെ കുടുംബം എടുത്തിട്ട് ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ നിറത്തിൻ്റെ പേരും പഠനത്തിൻ്റെ പേരിലും സ്വഭാവത്തിൻ്റെ പേരിലും ലിംഗത്തിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾ പരസ്പരം താരതമ്യം ചെയ്യുകയാണെങ്കിൽ, പക്ഷാപാതം കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബവും ഇസ്ഹാക്കിൻ്റെ കുടുംബം പോലെ പതുക്കെ നശിക്കാൻ തുടങ്ങും. മക്കൾ തമ്മിൽ അടികൂടാൻ വേണ്ടി തുടങ്ങും. ലോത്തിൻ്റെ കുടുംബം കാണിച്ചിട്ട് ദൈവം 4 കാര്യങ്ങൾ നമ്മളോട് പറയുക. ഒന്ന്, ലോത്തിൻ്റെ കുടുംബം കാണിച്ച് ദൈവം നമ്മളോട് പറയാണ്, അബ്രാഹത്തെ പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടാകണം. ലോത്തിന് അബ്രാഹിം എന്ന് പറയുന്ന നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ. രണ്ടാമതായിട്ട് ലോത്തിൻ്റെ ഭാര്യയെ ചൂണ്ടിക്കാണി ദൈവം നമ്മളോട് പറയുകയാണ്, ചില തിന്മകളിലേക്കും ചില ബന്ധങ്ങളിലേക്കും ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കരുത്. ലോത്തിൻ്റെ ഭാര്യയോട് ദൈവം പറഞ്ഞു, നീ സോദോം ഗോമോറയിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ചില ആളുകൾ ഇങ്ങനെയാണ്, ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളിലേക്കും അവിടെ നടന്നു കയറുമ്പോൾ എന്ത് ചെയ്യും, തിന്മയിലേക്ക് പതുക്കെ പതുക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പറയാ, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കുടുംബം ഉപ്പ് തോണ് പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ നശിക്കാൻ വേണ്ടി തുടങ്ങും. മൂന്നാമതായിട്ട് ലോത്തിൻ്റെ ജീവിതത്തെ കാണിച്ച് നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് സമ്പത്തേറുമ്പോൾ ഐശ്വര്യമേറുമ്പോൾ ലോത്ത് എന്ത് ചെയ്തു, സോദോം ഗൊമോറ എന്ന് പറയുന്ന തിന്മയിലേക്ക് മേയാൻ വേണ്ടി തുടങ്ങി, ചേക്കേറാൻ വേണ്ടി തുടങ്ങി, നന്മയെ വിട്ടു. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തേറുമ്പോൾ സൗഭാഗ്യങ്ങളേറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ലോത്തിനെ പോലെ പതുക്കെ പതുക്കെ തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങും. നാലാമതായിട്ട് ലോത്തിൻ്റെ കുടുംബത്തെ കാണിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുക, നിങ്ങളുടെ കുടുംബങ്ങളിൽ മദ്യപാനം എന്ന് പറയുന്ന ദുശീലം ഉണ്ടോ, പതുക്കെ നിങ്ങളുടെ കുടുംബം ക്ഷയിക്കാൻ വേണ്ടി തുടങ്ങും. ലോത്ത് എന്ന് മദ്യപിക്കാൻ തുടങ്ങിയോ അന്ന് ലോത്തിൻ്റെ കുടുംബം നശിച്ചു. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന കുടുംബങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പറയാം, നിങ്ങളുടെ കുടുംബം അങ്ങനെയാണെങ്കിൽ പതുക്കെ നിങ്ങളുടെ കുടുംബം നശിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന തിന്മകൾ നിങ്ങളുടെ കുടുംബത്തിൽ പാടില്ല. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ദാവീദിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ജസയുടെ 8ാമത്തെ പുത്രനായിട്ട് ദാവീദ് ജനിച്ചു. അപ്പൻ ഏറ്റവും താല്പര്യം മറ്റ് 7 മക്കളിലേക്ക്, അവർക്ക് സൗന്ദര്യമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, യുദ്ധവീരന്മാരായിരുന്നു. പക്ഷെ ദാവീദ് എന്ന് പറയുന്ന ഈ ചെറിയ പ്രായമുള്ള ചെറുക്കൻ എന്ത് പറയും, ആടുകളെ മേയ്ക്കലായിരുന്നു അവൻ്റെ ജോലി. അത് 3 കഴിവുകളുണ്ടായിരുന്നു. ഒന്ന്, നന്നായിട്ട് ആടുകളെ മേയ്ക്കാൻ അവൻ അറിയായിരുന്നു. രണ്ടാമത്തെ, അവൻ മനോഹരമായിട്ട് കിന്നരം വായിക്കാൻ അറിയായിരുന്നു. ആളുകളെ ഹൃദയങ്ങളെ തൊടുന്ന രീതിയിൽ, ഇവിടെ ജോണൊക്കെ പാട്ട് പാടുന്ന മനോഹരമായ രീതിയിൽ പാട്ട് പാടാൻ അറിയായിരുന്നു, കിന്നരം വായിക്കാൻ. ഇത്രയും കഴിവുകൾ ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയൊരു യുദ്ധമല്ലനെ വെറും 2 കല്ലുകൾ കൊണ്ടും 1 കവണ കൊണ്ടും തോൽപ്പിച്ചു. പക്ഷെ ദാവീദിൻ്റെ ആ കല്ലുകൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിൻ്റെ കവണയ്ക്ക് പിന്നിൽ ദാവീദിൻ്റെ ശക്തിയല്ലായിരുന്നു, മറിച്ച് എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ കരവായിരുന്നു അവനോട് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് മാറി. ഇനി നമ്മൾ ദാവീദിൻ്റെ കുടുംബജീവിതത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ വചനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, വസന്തത്തിൽ രാജാക്കന്മാരെല്ലാവരും യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത്. 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, എല്ലാ രാജാക്കന്മാരും യുദ്ധം ചെയ്യാൻ പോകുന്ന വസന്തകാലത്ത് ദാവീദ് എന്ന് പറയുന്ന ഇത്രയധികം കഴിവുകളുള്ള യുദ്ധവീരനായിട്ടുള്ള, കിന്നരം വായിക്കാൻ അറിയുന്ന, പാട്ട് പാടാൻ അറിഞ്ഞ് രാജാവ് എന്ത് ചെയ്തു, വീട്ടിൽ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുകയായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ, ഇത്രയധികം കഴിവുകളുള്ള മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൽ ഒരു തിന്മയെക്കുറിച്ച് പറയാൻ, അലസത എന്ന് പറയുന്ന ഒരു തിന്മ ദാവീദ് രാജാവിലേക്ക് കയറി.
ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ, കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ, നമ്മുടെ എല്ലാവരെയും കുടുംബജീവിതത്തിൽ ഏറ്റവും ഉള്ള ഒരു തിന്മയെന്ന് പറയുന്ന അലസത എന്ന് പറയുന്ന തിന്മയാണ്. ഇവിടുന്ന് വരുന്ന കുറേ ആൾക്കാരെ കാണാറുണ്ട്, അവർ പ്രാർത്ഥിക്കാറുണ്ട്. ഒരപ്പം വന്ന് പറയുകയാണ്, അച്ഛാ കൊറോണ കാലത്ത് എൻ്റെ മോൻ ബിടെക് കഴിഞ്ഞതാണ്. കൊറോണ കാലത്ത് ബിടെക് കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിൽ വന്നു, ക്ലാസ്സുകളൊന്നുമില്ലായിരുന്നു. പതുക്കെ എന്ത് ചെയ്തു, അവൻ ജോലിക്കൊന്നും പോയില്ല. അവൻ പറഞ്ഞു കൊറോണ കഴിയട്ടെ, ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പം 4 കൊല്ലം കഴിഞ്ഞ അച്ഛാ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. ഇതുവരെ അവൻ ജോലിക്ക് പോയിട്ട് രാവിലെ ഭക്ഷണം കഴിക്കും, പുറത്തു പോകും, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, വൈകുന്നേരങ്ങൾ എപ്പോഴാണ് കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അവൻ പറയാ, എന്തിനാ എന്നെ ജനിപ്പിച്ചതെന്ന് ചോദിക്കാൻ എന്നോട്. എനിക്കൊരു മാസത്തിൽ ഒരു 3000 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ ആഴ്ചയിലല്ല ഒരു 500 തന്നാൽ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാമെന്ന് അവൻ പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ യുവജനങ്ങളിടയിൽ ഈ ദാവീദ് രാജാവിനെ പോലെ അലസത എന്ന് പറയുന്ന പതുക്കെ തിന്മകൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വന്നു. ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്ന് ബുദ്ധിമുട്ട് കൊണ്ട് വന്നിട്ട് 3 കൊല്ലം ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ അലസത എന്ന് പറയുന്ന തിന്മ ഭാര്യ ഭർത്താക്കന്മാരിലേക്കും മക്കളിലേക്കും പതുക്കെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ പറഞ്ഞു, മകൻ്റെ കല്യാണം കഴിഞ്ഞു, നല്ലൊരു ജീവിത പങ്കാളി കിട്ടി, പക്ഷെ അവൾ വീട്ടിൽ ഒരു കാര്യവും ചെയ്യില്ല. രാവിലെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, റൂമിൽ കയറി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും കുറ്റം മാത്രമേ ഉള്ളൂ, കുറവുകൾ മാത്രമേ ഉള്ളൂ, പിണങ്ങിയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോകുമെന്ന് പറയും. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇന്ന് അലസത എന്ന് പറഞ്ഞ ഏറ്റവും വലിയ തിന്മയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ക്യാൻസറിനെ പോലും വെല്ലുന്ന, നമ്മുടെ കുടുംബജീവിതങ്ങളെ കാർന്നു തിന്നുന്ന ഒരു തിന്മയായിട്ട് വരികയാണ്. ഈ ദാവീദ് രാജാവ് അലസത എന്ന് പറയുന്ന തിന്മയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവൻ്റെ ബന്ധങ്ങൾ നശിക്കാൻ വേണ്ടി തുടങ്ങി. അവൻ്റെ ഭാര്യയായിട്ടുള്ള ബന്ധങ്ങൾ നശിച്ചു. പുതിയൊരു ബന്ധം അവൻ കുടുംബജീവിതത്തിൽ ആരംഭിച്ചു. ആ ബന്ധം തിന്മയിലേക്കും കൊലപാതകത്തിലേക്കും യുദ്ധത്തിലേക്കും മക്കൾ തമ്മിലുള്ള അടിയിലേക്ക് നയിച്ചു. സ്നേഹം നിറഞ്ഞവരെ, സുഭാഷിതങ്ങൾ 18-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വരിക, അലസനും മടിയനും സഹോദരന്മാരാണ്. എപ്പോൾ നിങ്ങൾ അലസരാകുന്നു അപ്പോൾ തന്നെ നിങ്ങൾ മടിയന്മാരാകും. ഈ മടിയന്മാരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ കുടുംബം നശിക്കാൻ തുടങ്ങും, സാമ്പത്തികമായി തകരാൻ തുടങ്ങും, ബന്ധങ്ങൾ തകരും. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ദാവീദിന്റെ കുടുംബത്തെ നോക്കി കാണിച്ചുകൊണ്ട് നമ്മളോട് പറയാണ്, നിങ്ങൾ കുടുംബങ്ങളിൽ നിങ്ങൾ അലസരാണോ, പതുക്കെ നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ആരംഭിക്കുക. ഈശോ ഏറ്റവും കൂടുതൽ എതിർത്ത തിന്മകളിൽ ഒന്നാണ് അലസത എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞ 4 ഉപമകളെക്കുറിച്ച് നമ്മൾ കാണാൻ പോവുകയാണ്. ഒന്ന്, നമ്മൾ വിവേകമതികളായും വിവേകശൂന്യങ്ങളെ കന്യകൾ ഉപമയിൽ ഈശോ പറഞ്ഞു വയ്ക്കുക, നിങ്ങൾ വിവേകശൂന്യങ്ങളെ പോലെ ആകരുത്. രണ്ടാമതായിട്ട് താലന്തിന് ഉപമ കാണിച്ചിട്ട് പറയാണ്, 5 താലന്ത് കിട്ടിയവൻ 5 കൂടി ഉണ്ടാക്കി, 2 കിട്ടിയവൻ 4 ഉണ്ടാക്കി, 1 കിട്ടിയവൻ എന്ത് ചെയ്തു, അവൻ അലസനായി മണ്ണിൽ കുഴിച്ചിട്ടു. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കഴിവുകൾ, ദാവീദ് രാജനെ പോലെ ഒരുപാട് കഴിവുകൾ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മളെന്താണ്, അലസലായിട്ട് നമുക്ക് കിട്ടിയ കൃപകളും അനുഗ്രഹവും കഴിവുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ മണ്ണിൽ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഉപമ ഈശോ പറഞ്ഞാണ് വൃക്ഷത്തിൻ്റെ ഉപമ, അത്തിവൃക്ഷത്തിൻ്റെ ഉപമ പറഞ്ഞിട്ട് വരികയാണ്, നിങ്ങൾ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളായി മാറരുത്. നാലാമതായിട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് അന്വേഷിക്കുന്ന ആളുകൾ, 12-ാം മണിക്കൂറും 3-ാം മണിക്കൂറും അവൻ ചെല്ലുമ്പോൾ അലസരായിട്ടിരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് ഈശോ പറയാം, നിങ്ങൾ തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ജോലിയിലേക്ക് പ്രവേശിക്കും. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, ദാവീദിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഈ അലസത എന്ന് പറയുന്ന തിന്മ എപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നു, പതുക്കെ എൻ്റെ കുടുംബം ശിഥിലമാകാൻ വേണ്ടി തുടങ്ങും, എൻ്റെ കുടുംബവും പതുക്കെ നശിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. എപ്പോൾ പരിശുദ്ധ കന്യകാ മാതാവ് താൻ ദൈവമാതാവ് ആകുന്നു എന്ന് അറിഞ്ഞോ, അപ്പോൾ മുതൽ അവൻ്റെ തിടുക്കത്തിൽ ഏലിശ പുണ്യവതിയെ സേവിക്കുവാൻ വേണ്ടി മലഞ്ചെരിവിലൂടെ യാത്രയാകുന്നുണ്ട്. അലസരാണോ നമ്മൾ? നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തിടുക്കമെന്ന് പറയുന്ന ഒരു പുണ്യം വേണമെന്ന് ഈശോ നമ്മളോട് പറയും. നിങ്ങൾ തിടുക്കമുള്ള ആളുകളാകും, എല്ലാ കാര്യത്തിനും തിടുക്കമുള്ള ആളുകൾ. നമ്മൾ എന്ത് ചെയ്യും, ക്രൈസ്തവരായ നമ്മുടെ പ്രശ്നം എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കും, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാതെ പരിശുദ്ധ കന്യാമറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ബന്ധങ്ങളിൽ, അധ്വാനങ്ങളിൽ, ജോലികളിൽ തിടുക്കമെന്ന് പറയുന്ന പുണ്യം നമ്മൾ സ്വന്തമാക്കണം. രണ്ടാമതായിട്ട് ആട്ടിടയന്മാരോട് ദൈവദൂതൻ പറഞ്ഞു, നസ്രത്തിൽ ഇങ്ങനെ പിൽക്കൂട്ടിൽ ഒരു ഉണ്ണീശ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യും, അതിവേഗം യാത്ര തിരിച്ചു.
നമ്മൾ അലസരാണോ? നമ്മുടെ മനസ്സ് പറയും ഇനി ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ചെയ്താൽ മതി. ഇതൊക്കെയാണ് സന്തോഷമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആട്ടിടയന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയണം, ഞാൻ അതിവേഗം മുന്നോട്ട് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദാവീദിൻ്റെ കുടുംബജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം നമ്മളോട് പറയാണ്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ അലസരാകരുത്, ജോലിയില്ലാതെ നിങ്ങൾ ഇരിക്കരുത്. വീട്ടിൽ ചുമ്മാ ഇരുന്ന എന്ത് ചെയ്യും? പതുക്കെ നിങ്ങൾ മടി നിങ്ങളിലേക്ക് പ്രവേശിക്കും. ഈ മടി ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അത് അപഹർഷതാബോധമായിട്ട് മാറാൻ തുടങ്ങും. ഈ അപകർഷതാബോധത്തിനിടയിൽ നിങ്ങൾക്ക് പല ബന്ധങ്ങളിലേക്കും പല മെസ്സേജുകളിലേക്കും പല ഗെയിമുകളിലേക്കും ഹോബിയിലേക്കും നിങ്ങൾ പ്രവേശിക്കും, ഈ അലസരായിരുന്നു കൊണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറഞ്ഞു നോക്കിയാണ്, ഈ നോമ്പ് കാലത്തിൽ നിങ്ങൾ മറിയത്തെ പോലെ തിടുക്കമുള്ള ആളുകളാകുക. തിടുക്കമുള്ള ആളുകളാകുക. പ്രാർത്ഥനയിൽ, ബന്ധങ്ങളിൽ, സ്വഭാവത്തിൽ, ജോലികളെല്ലാം തിടുക്കമുള്ള ആളുകളാകുക. രണ്ടാമതായിട്ട് ആട്ടിടയന്മാരെ പോലെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരാകാൻ വേണ്ടി പഠിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കാര്യങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് നിർത്തി ഈ നോമ്പ് കാലത്തിലെ ഈ ആദ്യ വെള്ളിയാഴ്ച ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കാം. ഞാൻ അലസനായിട്ടൊരു വ്യക്തിയാണോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് അലസതയുണ്ടോ? എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ അലസതയുണ്ടോ? എൻ്റെ പണസമ്പാദത്തിൽ, എൻ്റെ ജോലിയിൽ അലസതയുണ്ടോ? ചിലപ്പോൾ ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാകാം, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പഠിച്ച മേഖലയിൽ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കാതെ മറിയത്തെ പോലെ തിടുക്കത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങുക. അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ്, ദാവീദിൻ്റെ കുടുംബം നശിച്ചതുപോലെ നമ്മുടെ കുടുംബവും പതുക്കെ നശിക്കും. അപ്പോൾ നമുക്ക് നല്ല തീരുമാനം എടുക്കാം. ഞാൻ അലസനാണെങ്കിൽ തിടുക്കമെന്ന് പറയുന്ന ഒരു പുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതക്കാരെ മാതൃകയും തുണയുമായ പരിശുദ്ധ കന്യാമാതാവേ, ഈശപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബം പോലെ തിരുക്കുടുംബമായി മാറാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.